തെരഞ്ഞെടുപ്പാകുമ്പോൾ ജയവും തോൽവിയുണ്ടാവും. അത് ലോക നിയമമാണ്. ഏത് തെരഞ്ഞെടുപ്പിലും ഒരു പാർട്ടിക്ക് ജയിക്കാൻ പറ്റുള്ളൂ, മറ്റ് പാർട്ടികൾ തോറ്റേ മതിയാവും. അതും ലോക നിയമമാണ്. തോറ്റ പാർട്ടി ജയിച്ച പാർട്ടിക്ക് വേണ്ടി മാറിക്കൊടുക്കണം. അതാണ് ജനാധിപത്യത്തിൻ്റെ സാധാരണ രീതി. കേരളത്തിൽ തന്നെ നോക്കിയാൽ മതി. LDF 2 തവണ ജയിച്ചു. ഇത്തവണ UDF വലിയ ഭൂരിപക്ഷത്തോടെ തിരിച്ചു. LDFന് വലിയ തിരിച്ചടിയുണ്ടായി. അതിൻ്റെ അർത്ഥം LDF എന്നതിനേക്കാട്ട് ഇല്ലാതായെന്നോ മാർക്സിസ്റ്റ് പാർട്ടി പിരിച്ചുവിടുന്ന നിലയിലെത്തിയെന്നോ അല്ല. 5 കൊല്ലം ഇനി ഇവർ പ്രതിപക്ഷത്തിരിക്കും, ഭരണപക്ഷത്തിൻ്റെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കും, തുറന്നു കാണിക്കും. 5 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ഭാഗ്യപരീക്ഷണത്തിന് ഒരുങ്ങും. ജനങ്ങൾ അംഗീകരിച്ചാൽ അധികാരത്തിൽ തിരിച്ചു വരും, അല്ലെങ്കിൽ പിന്നെയും 5 കൊല്ലം കൂടി പ്രതിപക്ഷത്തിരിക്കും. ഇതാണ് സാധാരണ രീതി. DMKയും അണ്ണാ DMKയും ഒക്കെ തമിഴ്നാട്ടിലും ഇതേ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയും കോൺഗ്രസും ജനതാദൾ സെക്കുലറും ഒക്കെ കർണാടകത്തിലും പിന്തുടരുന്ന മാതൃക ഇത് തന്നെയാണ്. പശ്ചിമ ബംഗാളിലാണ് ഇതിൽ നിന്ന് വളരെ ഒരു വ്യത്യാസമുണ്ടായത്. അവിടെ 34 കൊല്ലം CPMൻ്റെ ഭരണമായിരുന്നു. CPMനെ തോൽപ്പിച്ച് CPMനെ നിലം പരിശാക്കിക്കൊണ്ട് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് മമതാ ബാനർജി ഏറെക്കുറെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ്. സീതാറാം കേസരി AICC പ്രസിഡൻ്റായിരുന്ന സമയത്ത് കാൽക്കട്ടയിൽ വെച്ച് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു സമ്പൂർണ്ണ സമ്മേളനം വിളിച്ചുകൂട്ടി. അതങ്ങനെ പതിവുള്ളൊരു കാര്യമല്ല. അവിടെ വച്ചിട്ടാണ് സീതാറാം കേസരി AICC പ്രസിഡൻ്റായിട്ട് തെരഞ്ഞെടുപ്പിൽ കൂടി തീരുമാനിച്ചത്. ആ സമ്മേളനം കാൽക്കട്ടയിൽ നടക്കുമ്പോൾ അതിലേക്ക് ഒരു ക്ഷണിതാവായിട്ട് പോലും മമതാ ബാനർജിയെ വിളിച്ചില്ല എന്നുള്ളതാണ്. അതായിരുന്നു അവരുടെ പരാതി. അന്ന് ബംഗാളിൽ ഗടാഗടിയന്മാരായിട്ടുള്ള ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരുണ്ടായിരുന്നു. സിദ്ധാർത്ഥ ശേഖർ റായ് ഉണ്ടായിരുന്നു, സ്വാമിൻ മിത്ര ഉണ്ടായിരുന്നു, ഗരിഖാൻ ചൗധരി ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊക്കെ പേര് മറന്നുപോയ വേറെ പല യോഗ്യന്മാരും ഉണ്ടായിരുന്നു. ഇവരാരും മമതാ ബാനർജിയെ ഗൗനിച്ചില്ല. അവർ AICCക്ക് ഒരു സർവാണി സദ്യക്ക് പോലും വിളിച്ചില്ല. അതിൽ പ്രകോപിതമായിട്ട് അവർ തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചു. ആ സമയത്ത് അവരുടെ സുദീപ് ബന്ദോപാധ്യായ അല്ലെങ്കിൽ അജിത് പഞ്ച ഇങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു നേതാക്കന്മാരായിട്ട്. പക്ഷേ ഗ്രാജുവലി ഇവരുടെ പാർട്ടി പശ്ചിമ ബംഗാളിൽ ക്ലച്ച് പിടിക്കും. പിന്നീട് ഈ ബുദ്ധദേവ് ഭട്ടാചാര്യ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് സിംഗൂർ നന്ദിഗ്രാം വിഷയങ്ങളെ മുൻനിർത്തി ഇവർ 28 ദിവസം നീണ്ട വമ്പിച്ച നിരാഹാര സമരം നടത്തി വിജയിച്ചു. അവരേതാണ്ട് മരണത്തിൻ്റെ വക്ക് വരുത്തി. അത് ഗവർണറായിരുന്ന ഗോപാലകൃഷ്ണ ഗാന്ധി മുൻകൈ എടുത്തിട്ടാണ് അവരെ നാരകവെള്ളം കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊടുത്തത്. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ പശ്ചിമ ബംഗാളിലെ ഏതാണ്ട് 10ഓളം സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസ്സുകാരും നേടി. നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോഴത്തേക്കും CPM പൊളിഞ്ഞ് പാളീസായി. ബുദ്ധദേവ് ഭട്ടാചാര്യ തന്നെ തോറ്റുപോയി. അത് കഴിഞ്ഞ് 15 കൊല്ലം മമതാ ബാനർജി ഭരിച്ചു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ പാർട്ടിക്ക് പണ്ട് CPMനുണ്ടായ പോലെ അത്രയില്ല, എന്നാലും തരക്കേടില്ലാത്തൊരു പരാജയമുണ്ടായി. എന്ന് വെച്ചാൽ പാർട്ടി അങ്ങനെ ഛിന്നഭിന്നമായി പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പാർട്ടിയുടെ പരമോന്നത നേതാവ് മമതാ ബാനർജിയാണ്. അവരെ തള്ളിപ്പറയാനുള്ള ആത്മബലം ഉള്ള നേതാക്കന്മാർ ആരും തന്നെ ആ പാർട്ടിയിലില്ല. പിന്നെ ചില വയറ്റിപ്പഴുപ്പ് പ്രസ്ഥാനക്കാരാണ് അവർക്കെതിരെ വിമതന്മാരായിട്ട് വന്നത്. അതിൽ ഋതംപ്രത ബാനർജിയുണ്ട്, CPMൽ നിന്ന് മറികടം ചാടി വന്ന ആളാണ്. യൂസഫ് പത്താനെ പോലുള്ള ക്രിക്കറ്റ് കളിക്കാരുണ്ട്. പിന്നെ കാഗോലി ഘോഷ് ദസ്തിദാർ എന്ന് പറഞ്ഞ ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. ഇങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പിന്നെ ഇവർ തന്നെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് സായോനി ഘോഷ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരിയുണ്ട്, 30-31 വയസ്സുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ യുവജന വിഭാഗം പ്രസിഡൻ്റാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പേരൊക്കെ യുവദാസുകളായിട്ട് നീതിക്കെതിരായിട്ട് തിരിഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ പാർട്ടി ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്. ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലുമൊക്കെ വിമതന്മാർക്കാണ് കൂടുതൽ MLAമാരുള്ളത്, കൂടുതൽ MP മാരുള്ളത്, കൂടുതൽ രാജ്യസഭാംഗങ്ങൾ. തൃണമൂൽ കോൺഗ്രസിൻ്റെ രാജ്യസഭാംഗങ്ങൾ രാജിവെച്ച് BJPയിൽ ചേരുകയാണ്. അങ്ങനെ BJPയുടെ ഒരു B ടീമായിട്ട് ഈ വിമത തൃണമൂൽ കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഒറിജിനൽ തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയാണ്. പക്ഷേ ഈ വിമതന്മാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. അവരാണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് എന്ന് പ്രഖ്യാപിച്ച് കിട്ടണം. ഇന്നത്തെ നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ചെയ്യാൻ പഠിക്കില്ല. അങ്ങനെയാണെങ്കിൽ മമതാ ബാനർജിക്ക് ചിഹ്നം നഷ്ടപ്പെടും, കൂടി നഷ്ടപ്പെടും, പാർട്ടിയുടെ പേര് നഷ്ടപ്പെടും. പിന്നെ തൃണമൂൽ കോൺഗ്രസ് ബ്രാക്കറ്റിൽ M എന്ന് വെക്കേണ്ടി വരും, മമത. അങ്ങനെ പേര് സ്വീകരിക്കേണ്ടി വരും. അതിലുപരി കൽക്കട്ടയിലുള്ള പാർട്ടി ഓഫീസ് ഈ വിമതന്മാർ കയ്യേറി. ഇപ്പോൾ വിമതന്മാരുടെ കൂടിയാണ് അവിടെ പറന്നുകൊണ്ടിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവായ മമതാ ദീദിയെ അവർ പണിയിറക്കി.
അപ്പോൾ എങ്ങനെയാണ് ഈ പാർട്ടിക്ക് ഇത്ര വലിയ തിരിച്ചറിവ് ഉണ്ടായത്? എങ്ങനെയാണ് ഇത്രയധികം ആളുകളെ ഒറ്റയടിക്ക് ഇവർ ശത്രുക്കളാക്കിയത്? എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇത്ര വലിയ വിമത നീക്കം മമതാ ബാനർജിക്കെതിരെ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, ഇപ്പോഴും മമതാ ബാനർജിയുടെ കൂടെ നിൽക്കുന്ന ചില ആളുകളുടെ അഭിപ്രായം തന്നെ കേട്ടാൽ മതി. ഒന്ന് കല്യാൺ ബാനർജിയാണ്, മറ്റത് മൗവ മൊയ്ത്രയാണ്. മൊയ്ത്രയെ നമുക്കറിയാമല്ലോ, ഇന്ത്യൻ പാർലമെൻറ്റിലെ ഒരു എന്താണ് വീരസിംഹമാണ്. ഈ മൊയ്ത്ര പറയുന്നതും ബാനർജി പറയുന്നതും ഒരേ കാര്യമാണ്. ഈ അധികാരത്തിലിരുന്ന 15 കൊല്ലം ബംഗാളിലുള്ള സകല ഇത്തിക്കട്ടികളും ദീദിയുടെ ചുറ്റും വട്ടം കൂടി നിൽക്കുന്നു. അവരുടെ എല്ലാ തീരുമാനങ്ങളെയും സ്വാധീനിച്ച് ഇതുപോലെയുള്ള ഈ കുലംകുത്തികളാണ്, ഇത്തിക്കട്ടികളാണ്, വയറ്റിപ്പഴപ്പ് പ്രസ്ഥാനക്കാരാണ്, കർണജപന്മാരാണ്. ദീദിയുടെ അടുത്തേക്ക് എല്ലാം പറ്റിയില്ല, കാരണം ഈ ചെവി കടിയന്മാർ അപ്പുറം ഇപ്പുറം നിൽക്കുകയാണ്. അതിലുപരി ഇവർ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ദീദിയെ ഒരു വഴിക്കാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചാൽ ഇവരുടെ അനന്തരവനായ അഭിഷേക് ബാനർജിയാണ്. അഭിഷേക് ബാനർജി തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. ചെറിയ പോസ്റ്റൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഏക യോഗ്യത മമതാ ബാനർജിയുടെ സഹോദരൻ്റെ മകൻ എന്നുള്ളത് മാത്രവുമാണ്. വേറെ യാതൊരു യോഗ്യതയില്ല. അദ്ദേഹം പാർലമെൻറ്റ് അംഗമാണ്, തൃണമൂൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ ഒരു ജോസ് കെ മാണിയായിട്ട് പുള്ളി പാർട്ടിയിൽ വിരാജിക്കുക. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വളർന്നപ്പോഴും ഇങ്ങനെയായിരുന്നു. ആളുകൾക്ക് എതിർപ്പ് മാണി സാറിനോടല്ല, മാണി സാറിൻ്റെ മകനും പാലാ രാജകുമാരനുമായ ജോസ് കെ മാണിയോടായിരുന്നു. ഇവിടെ അത് തന്നെ സംഭവിക്കുന്നു. മമതാ ബാനർജി വളരെ നിസ്വാർത്ഥയായ ഒരു നേതാവാണ്. കോറസാരി മാത്രം കൊടുക്കുന്ന മാരുതി 800 കാർ സ്വയം ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു സാധാരണക്കാരിയായ പാർട്ടി നേതാവ്, മുൻ മുഖ്യമന്ത്രിയാണ്. പക്ഷേ അഭിഷേക് ബാനർജി അങ്ങനെയല്ല. പുള്ളി ടൊയോട്ടയിലും ബെൻസിലും BMW-യിലും അതിനേക്കാളും പുതിയ കാറുകളിലും യാത്ര ചെയ്ത വലിയ അകമ്പടിക്കാരൊക്കെ ആയിട്ടാണ് പോവുക. ഏതാണ്ട് പിണറായി വിജയൻ്റെ അത്രയില്ല, എന്നാലും അതിൻ്റെ അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള വാഹന വ്യൂഹത്തോട്ടാണ് അഭിഷേക് ബാനർജി പൊടി പറപ്പിച്ചു പോകുന്നത്. സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഇടയിൽ എതിർപ്പുണ്ടായി. മമതാ ബാനർജിയോട് എതിർപ്പില്ലാത്തവരും നാട്ടുകാരും പാർട്ടിക്കാരും ഈ അഭിഷേക് ബാനർജിയുടെ തോന്നിവാസത്തിനെതിരെ. അങ്ങനെയാണ് ജനം എതിർഭാഗത്ത് പോയത്. പിന്നെ ഇവരുടെ ഭരണത്തിൽ വന്ന ചില വൈകല്യങ്ങൾ, ഗുണ്ടകളുടെ വിളയാട്ടം, അതുപോലെ സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ, ഇതൊക്കെ ആളുകളെ വെറുപ്പിച്ചു. അതിലുപരി കിഴക്കൻ ബംഗാളിലുണ്ടായ വർഗീയ സംഘടന, കിഴക്കൻ ബംഗാളിൽ, അതായത് ബംഗ്ലാദേശിൽ ഈ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട നായാടി മുതൽ നമ്പൂരി വരെയുള്ളവരുടെ നേരെ നടന്ന ആക്രമണം, അത് പശ്ചിമ ബംഗാളിൽ പ്രതിഫലിച്ചു. അതുകൂടി കൊണ്ടാണ് മമതാ ബാനർജി പരാജയപ്പെട്ടത്. പക്ഷേ മമതയെ പരാജയപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അവരുടെ അനന്തരവനും അനന്തരാവകാശിയുമായിരിക്കുന്ന ഈ ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിനാണ് അതിൻ്റെ, അഭിഷേക് ബാനർജിക്കാണ് ഇതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് വിട്ടുകൊടുക്കേണ്ടത്. മറ്റ് ഘടകങ്ങളില്ല എന്നുള്ളതല്ല. ഒറ്റക്കൊരു ആളുടെ പേര് ചോദിച്ചാൽ ധൈര്യമായിട്ട് പറയാം, അഭിഷേക് ബാനർജി. ഏതായാലും ഇതുപോലുള്ള അനന്തരവന്മാരുണ്ടെങ്കിൽ ഏതൊരു അമ്മായിയുടെയും ജീവിതം അങ്ങേയറ്റം സന്തോഷ നിർഭരമായിരിക്കും. അവരുടെ ഭാവിയും വളരെ ഭാസുരമായിരിക്കും.